സ്വകാര്യ ബസ്സുകൾക്ക് ടിക്കറ്റ് ഇതര വരുമാനം കണ്ടെത്താൻ അനുമതി നൽകിയ ഗതാഗത വകുപ്പിന്റെ നടപടിയിൽ പ്രതികരിച്ച് ബസ്സുടമ സംഘടനകൾ. സ്വകാര്യ ബസ്സുകളിൽ പരസ്യം പതിക്കാൻ അനുമതി നൽകിയത് സ്വാഗതാർഹമാണെന്നും പക്ഷേ അതുകൊണ്ട് മാത്രം ഈ മേഖലയ്ക്ക് നിലനിൽക്കാനാവില്ലെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥ് പറഞ്ഞു. ബസ്സുകളിൽ പരസ്യം പതിക്കാൻ 1 സ്ക്വയർ ഫീറ്റിന് ഒരു മാസം 450 രൂപ ചെലവ് വരും. പരസ്യ കമ്പനികൾ ഇത്രയും തുക മുടക്കി പരസ്യം നൽകാൻ തയ്യാറാവില്ല. ഇനി പരസ്യം തന്നാലും ഒരു വർഷത്തെ വരുമാനം 50,000 രൂപയിലധികം പോവില്ല. ഇതുകൊണ്ട് ഒരു മാസത്തെ നഷ്ടം പോലും നികത്താൻ കഴിയില്ലെന്നും ഗോപിനാഥ് പറഞ്ഞു. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടേറെ പരസ്യ സംവിധാനങ്ങൾ നിലവിലുണ്ട്. ഒരു പുതിയ സംവിധാനമാണ് ബസ്സുകളിൽ കൂടുതൽ പരസ്യങ്ങൾ നൽകുക എന്നുള്ളത്. പക്ഷേ പരസ്യ കമ്പനികളുമായി സഹകരിക്കുമ്പോൾ നിലവിലെ നിരക്കനുസരിച്ച് 1 സ്ക്വയർ ഫീറ്റിന് ഒരു മാസത്തേക്ക് പരസ്യം നൽകാൻ മാത്രം 450 രൂപയോളം ചിലവ് വരുന്നൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് പരസ്യ കമ്പനികളൊന്നും ബസ്സുകളിലേക്ക് പരസ്യത്തിന് ഇത്രയും തുക മുടക്കി ഈ പരസ്യത്തിന് തയ്യാറാവുന്ന ഒരു സാഹചര്യമില്ല. ഒരു ബസ്സിനൊക്കെ പരസ്യം ചെയ്താൽ തന്നെ മാക്സിമം കിട്ടാൻ പോകുന്നത് ഒരു വർഷം 50,000 രൂപയിലധികം കിട്ടാൻ പോകുന്നില്ല. 50,000 രൂപ പറഞ്ഞ ഒരു മാസത്തെ നഷ്ടം പോലും നികത്താൻ പരസ്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് കഴിയില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ പാർസൽ സർവീസുകൾ, അതുപോലെ തന്നെ കൊറിയർ സർവീസുകൾ, ഇതൊക്കെ എത്രത്തോളം ഇതിൽ പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഒന്നും കൂടി പഠിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രിയദർശിനി സർവീസുകൾ മൂലമുണ്ടാകുന്ന നഷ്ടം നികത്താൻ ബസ്സുകളിൽ പരസ്യം നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ കൊറിയർ സർവീസ് നടത്തിക്കൊണ്ടോ മാത്രം അത് മേക്കപ്പ് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ഈ വ്യവസായം ഇനി നിലനിൽക്കണമെങ്കിൽ ഒരു വിഭാഗം സൗജന്യമായും ഒരു വിഭാഗം പണം കൊടുത്ത് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ സൗജന്യത്തിലേക്ക് മാത്രമേ ജനങ്ങളെ ആകർഷിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന സ്ത്രീ യാത്രക്കാർക്ക് 0 ടിക്കറ്റിംഗ് സമ്പ്രദായം നൽകി അവർക്ക് അതിനുള്ള യാത്ര ചെയ്യാനുള്ള സ്വകാര്യ ബസ്സുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ മാത്രമേ ഈ വ്യവസായം ഇനി രക്ഷപ്പെടുള്ളൂ. ഈ കാര്യം ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ടിക്കറ്റ് വരുമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരസ്യത്തിൻ്റെ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതി ഒക്കെ സർക്കാർ കുറച്ച് തരാമെന്ന് പറഞ്ഞാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ പരസ്യങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ബസ്സുകളിലേക്ക് പരസ്യത്തിന് ആളുകൾ വരുന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ബസ്സുകളുടെ വശങ്ങളിലെ പരസ്യങ്ങളിൽ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള മറ്റ് ഡ്രൈവർമാരെ ആകർഷിക്കപ്പെടുന്ന തരത്തിലുള്ള പരസ്യങ്ങളൊക്കെ ബസ്സുകളിൽ വന്നാൽ അതിനൊക്കെ ഹൈക്കോടതി പോലും അതിന് വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ എത്രത്തോളം കമ്പനികൾ ഇതിന് മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് ആശയമുണ്ട്. എന്തായാലും മന്ത്രിയുടെ നിർദ്ദേശത്തെ ഞങ്ങൾ പരിപൂർണമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം സംസ്ഥാനത്ത് സ്വകാര്യ ബസ് നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള വിവരം ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്.